ഇനി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന KSUവിനായിരിക്കും. പക്ഷെ വസീഫ്, മന്ത്രിക്ക് ഞങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടില്ല, ഞങ്ങൾ അവരെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് KSUവിന്റെ വാദം. ദൃശ്യങ്ങളിൽ ഞങ്ങൾ മന്ത്രിയെ ആക്രമിക്കുന്നതായില്ല എന്ന് KSU ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾ തന്നെ വളരെ നന്നായിട്ട് അവരോട് സംസാരിച്ചു. കാരണം അത് നിങ്ങൾ എന്നല്ല, ആർക്കും അങ്ങനെ പറയാൻ പറ്റൂ. ഒരു ട്രെയിൻ കയറാൻ പോകുന്ന മന്ത്രി, അതും ഒരു വനിതാ മന്ത്രി, അത് നമ്മൾ കാണണമല്ലോ. ചരിത്രത്തിലില്ലാത്ത ഒരു അക്രമത്തിനല്ലേ ഇവർ ശ്രമിച്ചത്? VD സതീശൻ പറഞ്ഞത് 3 KSUക്കാരെന്നാണ്. ഇപ്പോൾ KSUവിൻ്റെ നേതാവ് പറയുന്നത് 4 എന്നാണ്. ഇനിയിപ്പോൾ 3ഉം 4ഉം ആവട്ടെ, ഇനി 8 പേരാട്ടെ, 10 പേരാവട്ടെ, അതിലധികം ഇല്ല. അതേ KSUവിനുള്ളൂ, അതിനെ അവർക്ക് ശേഷിയുള്ളൂ. അത് വേറെ കാര്യം. അല്ലാതെ കുറച്ച് ആളുകളെ കൂട്ടി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലൊരു സമര പരിപാടികൾക്ക് ഇവർക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റില്ല. അതിനുള്ള ശക്തി കേരളത്തിലെ KSUവിന് എന്നല്ല, യൂത്ത് കോൺഗ്രസിന് തന്നെ ഇല്ല. അവർ 30 വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ പണം പോലും എത്രയായി എന്ന് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് അപമാനിതരായിരിക്കുക ഇവർ. എന്നിട്ടാണ് ഇവർ ഈ സമര നാടകവുമായിട്ട് ഇങ്ങനെ വരുന്നത്. ഇതൊരു സമരം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ? ഇതൊരു ഗറില്ല ആക്രമണം, അല്ലെങ്കിൽ ഒരു തീവ്രവാദി ആക്രമണം, അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ ആക്രമണം എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ടി വരില്ല ഈ അക്രമത്തെ. ഇപ്പോൾ അതിനെ ന്യായീകരിക്കുക ഇദ്ദേഹം ഇവിടെ ഇരുന്നിട്ട്. ഞാൻ കേൾക്കുന്നത് അതിൻ്റെ വിഷ്വലില്ല, CCTV ദൃശ്യമില്ല എന്നുള്ളതാണ്. ആവട്ടെ, ഇനി കേരളത്തിൽ ഒരു അക്രമം നടന്നിട്ട് നിങ്ങളുടെ നേതാക്കന്മാർക്കല്ലേ നിങ്ങൾക്കെതിരെ ഒരക്രമം നടന്നിട്ട് അതിൻ്റെ വിഷ്വൽസ് ഇല്ലെങ്കിൽ നിങ്ങൾ അക്രമികൾക്കെതിരെ ഒരക്ഷരവും ഉണ്ടില്ലേ? അത് പറഞ്ഞാൽ മതി. അലോഷ്യ സാർ റെഡിയാണോ? വിഷ്വൽസ് ഇല്ലാത്ത അക്രമത്തെ നിങ്ങൾ ഇനി അക്രമമായി കാണില്ലേ? നിങ്ങളത് പറഞ്ഞാൽ മതി. നിങ്ങൾ DYFIയോടോ അല്ലെങ്കിൽ നിങ്ങളെ എതിർക്കുന്ന ജനാധിപത്യ രീതിയിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞോ. ഞാനും അതുപോലെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾ ഇത്രയും 3-4 മണിക്കൂറായി നിങ്ങളെല്ലാം മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിട്ട് വലിയ രീതിയിലേക്ക് കയ്യേറ്റം ചെയ്തു, മന്ത്രിക്ക് പരിക്ക് പറ്റി, മന്ത്രിയുടെ കഴുത്തിന് പരിക്ക് പറ്റിയെന്നൊക്കെ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സിസ്റ്റം മുഴുവൻ നിങ്ങളുടെ കയ്യിലാണല്ലോ. ഈ 4 മണിക്കൂറുകൾക്കകം KSUക്കാർ കയ്യേറ്റം ചെയ്യുന്ന ഒരൊറ്റ വിഷ്വലുകളെങ്കിലും നിങ്ങൾക്ക് പുറത്തുവിടാൻ സാധിച്ചിട്ടുണ്ടോ? പുറത്തുവിടാൻ സാധിച്ചിട്ടില്ല. അപ്പുറത്ത് പോയിന്റ് ഒന്നും പറയാനില്ല. ഞാൻ അവസരം പറഞ്ഞു തന്നെ ആവർത്തിക്കുക. പുതുതായിട്ടൊന്നും പറയാനില്ല. ഓക്കെ, ഞാൻ ചോദിച്ചതിന് മറുപടിയില്ല. ഞാൻ അത് ഉണ്ട് എന്നാണ് കരുതിയത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന KSU നേതാവ് ഉൾപ്പെടെ പറയുന്നത്, എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കണം, ഇനി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ പറയുന്ന KSUവിനായിരിക്കും. അല്ലെങ്കിൽ ഇവർ വിഷ്വൽ ഹാജരാക്കണം. വിഷ്വൽ ഇല്ലാത്ത, വീഡിയോ ഇല്ലാത്ത അക്രമത്തെ കേരളത്തിലെ KSU മാത്രമല്ല, ഇവരുടെ നേതാവ് VD സതീശനും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വിലയിരുത്തണം, ഇനി വീഡിയോ ഇല്ലാത്ത അക്രമത്തെ കേരളത്തിലെ പ്രതിപക്ഷം അംഗീകരിക്കില്ല. വീഡിയോ ഇല്ലാത്തിടത്ത് ഇവർ ഇതൊന്നും ചെയ്യില്ല എന്നുള്ളത് മറ്റൊരു വശം. ഇവരെപ്പോലെ 5-6 ക്യാമറകൾ വെച്ച് ഇങ്ങനെ PR വർക്ക് നടക്കുന്ന ആളുകൾ, സ്റ്റേജിൽ അടിയുണ്ടാക്കി നടക്കുന്ന ആളുകൾ, ഇവരോടൊക്കെ എന്ത് പറയാനാണ് നമ്മൾ? ഇവർക്ക് രാജ്യത്തെ ആരോഗ്യരംഗത്തെക്കുറിച്ച് അറിയോ? രാജ്യത്ത് ഓക്സിജൻ കിട്ടാത്തതിന്റെ പേരിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചിരുന്നു, 60 കുട്ടികൾ മരിച്ചിരുന്നു ഉത്തർപ്രദേശിൽ. അറിയോ ഈ KSU നേതാവിന്? ഏതെങ്കിലും ഒരു പ്രതിഷേധം? നിങ്ങൾ രാജ്യത്ത് വലിയ ഇന്ത്യയിലെ പ്രതിപക്ഷമാണല്ലോ. നിങ്ങൾ അവിടുത്തെ ആരോഗ്യമന്ത്രിയെ ഇതുപോലെ തടഞ്ഞോ? മുട്ടുവറക്കും നിങ്ങൾക്ക്. നിങ്ങൾ എവിടെയെങ്കിലും ചെയ്യോ? നിങ്ങൾ എവിടെയും ചെയ്യില്ല. ഇവിടെ 3-4 ആളുണ്ടായാൽ മതി ഞങ്ങളുടെ സമരത്തിന്, ഞങ്ങളിതാ മീഡിയ സ്പേസിൽ ഇങ്ങനെ വിലസി നടക്കും എന്ന് പറയുക. കേരളത്തിലെ ക്യാമ്പസുകളെല്ലാം തിരസ്കരിച്ച, ഒരു യൂണിയനിൽ പോലും ഒറ്റക്ക് നിന്ന് ജയിക്കാൻ ശേഷിയില്ലാത്ത, അത്രയും ദുർബലമായി പോയ ഈ KSU 3-4 ആളുകളെ കൂട്ടി വന്ന് തീവ്രവാദ അക്രമികളെ പോലെ, ഇങ്ങനെ കൊട്ടേഷൻ സംഘങ്ങളെ പോലെ അക്രമം നടത്തിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വന്ന് ന്യായീകരിക്കുന്ന ഒരു ഗതികേട് നോക്കണേ. അവർക്ക് ക്യാമറയുടെ ദൃശ്യം വേണം പോലും. ആരോടാ നിങ്ങൾ ഈ പറയുന്നത്? ഈ പൊതുസമൂഹം കാണുകയല്ലേ. ഇന്ന് എത്ര പൊതുപരിപാടികളിൽ മന്ത്രി പങ്കെടുത്തു? ആ പൊതുപരിപാടികളിൽ നിങ്ങൾക്ക് ഇതുപോലെ കരിങ്കൊടി കാണിക്കാലോ, മറ്റെവിടെയെങ്കിലും കാണിക്കാലോ. എന്നിട്ട് ഇങ്ങോട്ട് ഓടി അടുക്കുക. നിങ്ങൾ നേരത്തെ കൊണ്ടുപോയി വീഡിയോയിൽ ഉണ്ടല്ലോ നിങ്ങൾ റീത്ത് വെക്കുന്നത്, അത് നിങ്ങളല്ലേ വെച്ചത്? നിങ്ങൾ പറയുന്ന വീഡിയോയിലുണ്ട് റീത്ത് വെക്കുന്നത്. എന്തിനാ റീത്ത് വെക്കുന്നത്? മന്ത്രിയുടെ വസതിയിൽ ഞങ്ങളിതാ വരും ദിവസങ്ങളിൽ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് മന്ത്രിയെ കൊല്ലാൻ,
അതുകൊണ്ട് മുൻകൂട്ടി നിങ്ങൾക്ക് ഇതാ ഒരു സൂചനയാണ് എന്നുള്ള നിലക്കാണോ നിങ്ങൾ കേരള സമൂഹത്തോട്? ശരി, ഓക്കെ, അതിനൊക്കെ നിങ്ങൾ ഗാന്ധിയുടെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവരാണോ? ശരി, ഓക്കെ, ധാരാളം ചോദ്യങ്ങൾ ആ പക്ഷത്തുനിന്ന് ചോദിക്കാനുണ്ടാവും. എന്നാണല്ലോ ഓക്കെ, ഞാൻ അങ്ങേക്ക് മടങ്ങിയെത്താൻ നടക്കുന്നവരാണല്ലോ നിങ്ങൾ. ശ്രീ വസീഫ്, KSUവിന് എത്ര ആളുണ്ട്, KSUവിന് എത്ര ശേഷിയുണ്ടെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. KSU ഉന്നയിക്കുന്ന കാര്യങ്ങൾ മന്ത്രി രക്തസാക്ഷി പരിവേഷം നേടാൻ വേണ്ടി അഭിനയിക്കുകയാണെന്ന് KSU പറയുന്നു. മന്ത്രിക്ക് പരിക്കേറ്റിട്ടില്ല എന്ന് അവർ പറയുന്നു. ഞങ്ങൾ അവരെ ആക്രമിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇതിനൊക്കെ മറുപടി ഉണ്ടോ? ഇപ്പൊ KSUവിന്റെ നേതാവ് പറയുന്നത് കേട്ടാ തോന്നും മന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് വന്നതാണ് ആ 4 KSUക്കാരെന്നാ. അങ്ങനെയാണോ? ഇനിയിപ്പോൾ അതും പറയും ചിലപ്പോൾ ഇവർ മന്ത്രിയുമായിട്ട് എന്തോ ബന്ധത്തിന് അടിസ്ഥാനത്തിൽ വന്നതാണെന്ന്. മന്ത്രിക്ക് എന്തെങ്കിലും പൂച്ചണ്ട് കൊടുക്കാൻ വന്നതാ ഇവർ? എവിടുന്നാണ് KSU ഒക്കെ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നത്? എന്താണ് ഇവരുടെയൊക്കെ ഒരു നിലവാരം? മന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ പോകുന്ന മുമ്പാണോ നിങ്ങൾ ഇമാതിരി വർത്തമാനം പറയുന്നത്? എന്നിട്ട് അത് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് എന്നോ? വീണ്ടും ഇവർ ആവേശത്തോടു കൂടി ഒരു കയ്യകലല്ലേ ഉള്ളൂ. ഇവർ തന്നെ പ്രചരിപ്പിക്കുന്ന വീഡിയോയിൽ ഒരു കയ്യകലല്ലേ ഉള്ളൂ മന്ത്രിയുമായിട്ട് ഈ പറയുന്ന ആള്. ഇവരുടെ വീഡിയോയിൽ തന്നെ അവിടെ എന്തുമാത്രം ബഹളമുണ്ടായി നിങ്ങൾക്കറിയോ? കേരളത്തിലെ തെരുവിൽ ഞങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പറയുന്നത് പോലീസ് ചെയ്യേണ്ടിയിരുന്നത് ഈ KSUക്കാരെ വെടിവെക്കണം എന്നായിരുന്നോ? ഞങ്ങൾക്കെന്നാ അങ്ങനെ പറഞ്ഞൂടെ? ഇവിടെ ഒരു വെടിവെപ്പുണ്ടാക്കി നിങ്ങൾക്ക് ഈ പറയുന്ന രക്തസാക്ഷികളെ ഉയർത്തിക്കാണിച്ച് നിങ്ങളുടെ സതീശന് അധികാരത്തിലേക്ക് എത്താനുള്ള പ്ലാനാണിത് എന്നല്ലേ യഥാർത്ഥത്തിൽ ഞങ്ങൾ പറയേണ്ടത്? അങ്ങനെയല്ലേ? ഇങ്ങനെ മന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കുമ്പോൾ സാധാരണഗതിയിൽ നിങ്ങളുടെ പോലീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിയന്ത്രിക്കുന്ന, നിങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്യുന്ന പോലീസ് മുൻകാലത്ത് ചെയ്തിരുന്നത് നമ്മൾ കണ്ടതാ. ഞങ്ങളുടെ കയ്യിൽ കൊടി മാത്രമുണ്ടായിരുന്ന സമരത്തിന് നേരെ വെടിവെച്ചിട്ടുണ്ട് നിങ്ങൾ. സമരക്കാരെ കൊന്നിട്ടുണ്ട് നിങ്ങളുടെ പോലീസ്, ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ പോലീസ്. ഈ അടുത്ത് ഉമ്മൻചാണ്ടി, ഈ പറയുന്ന ഉമ്മൻചാണ്ടി ഭരണത്തിൽ നിർമ്മൽ മാധവൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിക്ക് അനധികൃതമായി അഡ്മിഷൻ കൊടുത്ത സമയത്ത് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ഞങ്ങൾക്ക് നേരെ വെടിവെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ പോലീസ്. അങ്ങനെ ചെയ്യണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചാണോ നിങ്ങൾ ഈ KSUക്കാരെ പറഞ്ഞയക്കുന്നത്? അങ്ങനെയാണോ? അങ്ങനെ ചാവേറുകളായി പറഞ്ഞയച്ചതാ നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞങ്ങൾ ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലാകെ സാധാരണക്കാരൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി സമരം ചെയ്യുന്നവരാ. നിങ്ങളുടെ പ്രവാസി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ സ്ഥാപനമല്ലേ തിരുവനന്തപുരത്തുള്ളത്? കഴിഞ്ഞ ദിവസം 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഇഞ്ചക്ഷൻ മാറിക്കൊടുത്തു എന്ന് പറഞ്ഞ് മരിച്ചില്ലേ അവിടെ? നിങ്ങൾ മിണ്ടിയോ? ഒന്ന് അനങ്ങിയോ? ഒന്ന് മൂളിയോ? ഇല്ലല്ലോ. എവിടെ പോയി? ഈ കേരളത്തിലെ ആശുപത്രികളെല്ലാം കോർപ്പറേറ്റുകൾക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിൽ തകർക്കണം. ഇവിടെ പാവപ്പെട്ട രോഗികൾ 3000-ഓളം രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നത് ഈ സർക്കാർ ആശുപത്രിയിൽ, അത് ഇല്ലാതാക്കണം. എന്നിട്ട് അപ്പുറത്തേക്ക് പോകണം. അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? കേരളത്തിലെ സ്കൂളുകൾ അടച്ചുപൂട്ടിയിരുന്നല്ലോ. KSUവിന്റെ നേതാവാണല്ലോ പറയണ്ടേ നിങ്ങൾ? കേരളത്തിലെ നിങ്ങളുടെ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് സ്കൂളുകൾ അടച്ചുപൂട്ടിയതിനെതിരെ സമരം ചെയ്തവരാ ഞങ്ങളൊക്കെ. പാഠപുസ്തകം കൊടുക്കാത്തതിന് സമരം ചെയ്തവരാ ഞങ്ങൾ. എന്നിട്ടാ നിങ്ങൾ പറയുന്നത് ഇവിടെ ആരോഗ്യ രംഗത്ത് എന്ന് നടന്ന സംഭവം ഇത്? നിങ്ങൾ ഈ സമരത്തിന് ആധാരം 5 വർഷം മുമ്പ് നടന്ന സംഭവം. അതിനും സമരം വേണ്ട എന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. നിങ്ങൾ സമരം ചെയ്തോ? അതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? 5 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെ ഉയർത്തി കാണിച്ച് ഈ ആരോഗ്യമന്ത്രി, അതും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന് രാജ്യത്താകെ അവാർഡ് കിട്ടുക. ഇവിടെ നമ്മുടെ രാജ്യത്താകെ കോർപ്പറേറ്റുകൾ ആശുപത്രികൾ വാങ്ങിക്കൂട്ടുക. അവിടെ വലിയ വില കൊടുത്ത് അല്ലെങ്കിൽ വലിയ പണം കൊടുത്ത് മാത്രമേ ചികിത്സ ലഭിക്കൂ എന്ന സാഹചര്യം ഉണ്ടാവുക. അവിടെയാണ് കേരളത്തിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾക്ക് വേണ്ടി മാത്രം ആശുപത്രികൾ തുടങ്ങുന്നത്. നമ്മുടെ ക്യാൻസർ സെന്ററുകൾ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നുണ്ട് 10% ചികിത്സാ പിഴവുകൾ ഉണ്ടാകുമെന്ന്. എന്നിട്ടോ ഈ കേരളത്തിൽ അങ്ങനെ 1 കോടിയിലധികമാണ് ഒരു വർഷം മെഡിക്കൽ കോളേജിൽ ആളുകൾ പോകുന്നത്. 1 കോടിയിലധികം. അവിടെയാണ് നിങ്ങൾ പറയുന്ന ഈ 3, 4, 5 കേസുകൾ. അതും ഞങ്ങൾ അഡ്രസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതും പരിഹരിക്കാൻ ആവശ്യമായി, അതും ഉണ്ടാകാത്ത രീതിയിലേക്ക് സൂക്ഷ്മമായി ഈ രംഗത്ത് ഇടപെടണം എന്നാണ് പറയുന്നത്. ഒരു മന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഈ ആരോഗ്യ പ്രവർത്തകർക്ക് അപ്പാടെ ഉണ്ടാകുന്ന ഒരു എന്തെങ്കിലും വീഴ്ചകളെ അത് ആ രീതിയിൽ ചൂണ്ടിക്കാണിക്കണം. ആ വീഴ്ച സംഭവിക്കുമ്പോൾ അത് ആരാണോ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കെതിരെ നടപടിയെടുക്കണം. ഇനി വീഴ്ച ഉണ്ടാകാത്ത തരത്തിൽ ഇടപെടണം. ഒക്കെ ശരിയാ. എന്നാൽ നിങ്ങളൊക്കെ ചെയ്തതെന്താ? നിങ്ങൾ ഈ സിസ്റ്റമേ വേണ്ട,
ഈ പൊതുജനാരോഗ്യ സംരക്ഷണ നിലപാട് നിങ്ങൾക്കില്ലാത്ത തരത്തിലാണ് നിങ്ങൾ ഇടപെട്ടിരുന്നത്. സാധാരണക്കാരന് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്ത ശരി, തരത്തിലാണ് ശരി, നിങ്ങൾ ശരി, ഇടപെട്ടിരുന്നത്. ഇതൊക്കെ എന്നിട്ട് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് 3-4 ആളെ റോട്ടിലേക്ക് ഇറക്കി ഗറില്ല മോഡൽ സമരത്തിന് നേതൃത്വം കൊടുക്കുക. അലോഷ്യസ് ഉന്നയിച്ച ആ സമരത്തെ ഒക്കെ അങ്ങ് അംഗീകരിച്ചു തരണം എന്നാ നിങ്ങൾ ഉദ്ദേശിച്ചത്. അലോഷ്യസ് ഉന്നയിച്ച വിഷയം അതിനൊക്കെ നിങ്ങൾ CCTV ഈ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അക്രമം നടന്നു എന്ന് നിങ്ങളല്ല നിങ്ങൾ പറഞ്ഞയച്ച സതീശൻ ഉൾപ്പെടെ പറയാം. അതിശയോക്തിപരമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. പോട്ടെ, അവർ പിന്നെ അങ്ങനെയാണ്. മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്ന ആളിവിടെ ഇരുന്നിട്ട് പറയാ അല്പമെങ്കിലും ഞാനൊന്ന് പറഞ്ഞാൽ കൂടിപ്പോവും. കാരണം പ്രായത്തിൽ മുതിർന്ന ആളാ. ലേശം അകതിരിവ് വേണ്ടേ? ഇവിടെ വന്ന് അങ്ങ് ന്യായീകരിക്കുക ഒരു നാണവും ഇല്ലാതെ. ഇത് സമരമാണോ? ഞങ്ങൾ നടത്തിയ സമരം നിങ്ങൾ കണ്ടതല്ലേ? ഞങ്ങൾ സമരം നടത്താറുണ്ട്. ഇനി ഏതെങ്കിലും ഒരു സമരത്തിന് കുറച്ച് ആളുകൾ കുറഞ്ഞു, ശരി, എന്നാ ഒരു സമരം കാണിക്കുക. നിങ്ങൾ വലിയ സമരം ജനങ്ങളെ ശ്രദ്ധിച്ചു എന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ ഏതെങ്കിലും ഒരു സമരത്തിൽ 100 ആളെ കാണിച്ചു തരുമോ? നിങ്ങൾ പോട്ടെ 50 ആളെ കാണിച്ചു. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ശ്രീ വസീഫ്, KSUവിന്റെ സമരത്തിന് എത്ര ആളുണ്ട് എത്ര ആളില്ല എന്നതല്ല ഇവിടുത്തെ വിഷയം. KSU ആരോപിക്കുന്നു, നിങ്ങൾ ഈ വിഷയത്തെ ചെയ്യുകയാണ്, നിങ്ങൾ ഈ വിഷയത്തെ അതിശയോക്തിപരമായി അവതരിപ്പിക്കുകയാണ്. അതിന് മറുപടി ഉണ്ടോ? ഇപ്പൊ ഞാൻ ഈ വിഷയത്തിൽ KSU ചെയ്ത സമരത്തോട് വിയോജിച്ചു. മന്ത്രിയുടെ ജനാധിപത്യപരമായ അവകാശത്തെ നിഷേധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതിനപ്പുറത്ത് നിങ്ങൾ അതിശയോക്തിപരമായി ഈ വിഷയത്തെ ചിത്രീകരിക്കുന്നുണ്ടോ? ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ പ്രസംഗിക്കുന്നുണ്ടോ? വസീഫ് കേൾക്കുന്നില്ലേ? ഇങ്ങനെ കേരളത്തിൽ നിങ്ങൾ സമരം ചെയ്ത് നിങ്ങളുടെ ഈ തോന്നിവാസങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനൊന്നും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. ശരി, വെറുതെ ഈ കുഴപ്പങ്ങൾ സൃഷ്ടിക്കരുത്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് കേരളത്തിന്റെ ഈ സ്വൈര്യമായ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കരുത്, പ്രകോപനങ്ങൾ ഉണ്ടാവരുത്. ശരി.